നമസ്കാരം. വ്യാപാര യുദ്ധത്തിൽ പരാജയം രുചിച്ച അമേരിക്ക ഇപ്പോൾ തുടർച്ചയായി പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. ചൈനയുമായി ഏറ്റുമുട്ടി ദയനീയ പരാജയം ഇങ്ങനെ ചോദിച്ചു വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചൈന ഇപ്പോൾ അമേരിക്കയോട് പറയുന്നത്, നിങ്ങൾ പരസ്പരം ബഹുമാനിക്കാനും അംഗീകരിക്കാനും ഒക്കെ പഠിക്കൂ. നിങ്ങൾക്ക് അഹങ്കാരം അത്ര നല്ലതല്ല. നിങ്ങൾക്കാണ് എല്ലാ കഴിവും എല്ലാ ശേഷിയും എന്ന ആ ഒരു ചിന്ത മാറ്റിവെക്കൂ. എല്ലാവരെയും അംഗീകരിക്കാൻ പഠിക്കൂ. ഇന്നത്തെ കാലത്ത് ആരും അത്ര മോശക്കാരല്ല എന്ന ഒരു പാഠം ഇവിടെ അമേരിക്കയെ ചൈന പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ട്രംപ് വെള്ളം കുടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിരിക്കുന്നു. നേരത്തെ ഇവിടെ ഡൊണാൾഡ് ട്രംപ് ഇറക്കുമതി തീരുവ ഏർപ്പെടുത്തിയ രാജ്യങ്ങൾ അതിൽ നിന്നും ഒഴിവാക്കാനുള്ള ഒരു തീരുമാനമെടുത്തു. അങ്ങനെ തീരുമാനമെടുത്തപ്പോഴും ചൈനയെ അതിൽ നിന്നും മാറ്റി നിർത്തി. ചൈനക്കെതിരായിട്ടുള്ള ആ ഇറക്കുമതി തീരുവ തുടരുമെന്ന് തന്നെ ട്രംപ് ഇവിടെ പ്രഖ്യാപിച്ചു. എന്നാൽ പെട്ടെന്ന് തന്നെ ആ തീരുമാനം ട്രംപിന് മാറ്റേണ്ടി വന്നു. ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവയിൽ നിന്ന് ചൈനയെയും ഒഴിവാക്കാൻ ട്രംപ് തീരുമാനിച്ചു. ചൈനയുമായി ഏറ്റുമുട്ടിയ ആദ്യത്തെ പരാജയമാണത്. യഥാർത്ഥത്തിൽ എന്തുകൊണ്ട് ട്രംപ് അങ്ങനെ തീരുമാനിച്ചു എന്ന് ചോദിച്ചാൽ നമുക്കറിയാം. അമേരിക്കയിലെ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ അതിന്റെ 80% നിർമ്മിക്കുന്നത് ചൈനയിലാണ്, പ്രത്യേകിച്ച് ആപ്പിൾ ഫോൺ. ഇത് ഇറക്കുമതി തീരുവ ഒഴിവാക്കിയില്ലെങ്കിൽ അത് അമേരിക്കക്ക് തന്നെയാണ് ഏറ്റവും വലിയ നഷ്ടം വരാനുള്ള സാധ്യത. ഈ നിർമ്മാണ കമ്പനി ആ യൂണിറ്റുകളൊക്കെ ചൈനയിൽ നിന്നും മാറ്റി അതൊക്കെ അമേരിക്കയിൽ നിർമ്മിക്കണം എന്നുള്ള ഒരു തീരുമാനം ട്രംപ് ഈ അടുത്ത ദിവസം പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞു കേട്ടിരുന്നു. അത്തരത്തിലുള്ള ചില വാർത്തകൾ ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ ചൈന ഇത്തരത്തിലുള്ള ആപ്പിൾ ഫോണുകളൊക്കെ നിർമ്മിച്ച് അമേരിക്കക്ക് കൊടുക്കുമ്പോൾ അമേരിക്കയിൽ ഇതിന്റെ നിർമ്മാണം നടത്തിയാൽ അത് നിലവിൽ വിൽക്കുന്ന വിലക്ക് വിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് ഈ നിർമ്മാണ യൂണിറ്റുകൾ മാറ്റി നിർത്തി അത് അമേരിക്കയിലേക്ക് കൊണ്ടുപോയാൽ അമേരിക്കക്ക് നിലവിൽ വിൽക്കുന്ന ആ വിലക്ക് ആ സാധനം വിൽക്കാൻ കഴിയില്ല, ഇരട്ടി വിലക്ക് വിൽക്കേണ്ടി വരും. ഇത് സ്വന്തം നാട്ടിൽ നിന്ന് ട്രംപിന് വലിയ പണി കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. ആ പണി പേടിച്ചാണ് ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവയിൽ നിന്ന് ചൈനയെ തൽക്കാലം മാറ്റി നിർത്തിയത്. മറ്റുള്ള മുഴുവൻ രാജ്യങ്ങളെയും ഇറക്കുമതി തീരുവയിൽ നിന്ന് തൽക്കാലം ഒഴിവാക്കിയപ്പോൾ ചൈനക്കെതിരെ മറ്റുള്ള എല്ലാ മേഖലകളിലും ആ ഇറക്കുമതി തീരുവ, ആ നികുതി, ആ നയം തുടരുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ ചൈന അമേരിക്കയെ വെള്ളം കുടിപ്പിക്കുന്ന മറ്റൊരു നീക്കം നടത്തിയിരിക്കുകയാണ്. ചൈനയുടെ ഇപ്പോഴത്തെ നിലപാട് വളരെയധികം ശ്രദ്ധേയമാണ്. ഏതെടുത്താലും 10, ഏതെടുത്താലും 5 എന്നുള്ളതാണ് ചൈനയുടെ നിലപാട്. ഞാനൊരു ചെറിയ അത് പെട്ടെന്ന് മനസ്സിലാകുന്നതിന് വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞത്. നമുക്കറിയാം, അഡിഡാസ്, അതുപോലെ തന്നെ ഫില, ബെർക്കിൻ, അങ്ങനെ ചില ലോകോത്തര ബ്രാൻഡുകളുണ്ട്. ഈ ബ്രാൻഡുകൾ മെയ്ഡ് ഇൻ ഫ്രാൻസ്, മെയ്ഡ് ഇൻ ഇറ്റലി എന്നൊക്കെ ഉള്ള ലോഗോയും അതുപോലെ തന്നെ അതിന്റെ നിർമ്മാണം യൂറോപ്യൻ രാജ്യങ്ങളിലാണ് എന്നൊക്കെ കാണിച്ചുകൊണ്ടാണ് അത് പലപ്പോഴും കടകളിൽ നിന്ന് നമുക്കത് വാങ്ങിക്കാൻ കഴിയുന്നത്. അതിന് എത്ര രൂപ ചോദിച്ചാലും കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. എന്നാൽ ഇത്തരത്തിലുള്ള ഈ മെയ്ഡ് ഇൻ ഇറ്റലിയും അതുപോലെ തന്നെ മെയ്ഡ് ഇൻ ഫ്രാൻസും ഒക്കെ, അല്ലെങ്കിൽ അമേരിക്കയിൽ വിൽക്കുന്ന ഇത്തരത്തിലുള്ള ചില ഉൽപ്പന്നങ്ങൾ, അത് യഥാർത്ഥത്തിൽ നിർമ്മിക്കുന്നത് ഞങ്ങളാണ്, അതിന്റെ യഥാർത്ഥ വില എന്താണ് എന്ന് ചൈന ഇപ്പോൾ ലോകത്തെ പരിചയപ്പെടുത്തുകയാണ്. $10 ഞങ്ങൾ വിൽക്കുന്ന ഷൂ അത് അമേരിക്ക വിൽക്കുന്നത്, അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങൾ അവരുടെ ബ്രാൻഡ് നെയിമും ലോഗോയും ഒക്കെ അതിൽ പതിച്ചുകൊണ്ട് അവർ വിൽക്കുന്നത് $100. അതുപോലെ തന്നെ $1000 ഞങ്ങൾ വിൽക്കുന്ന ബെർക്കിൻ ലോകോത്തര ബ്രാൻഡാണ്, ഹാൻഡ് ബാഗുകൾ, അതിന് $1400 വില വരുന്നുണ്ട്. അതാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. പക്ഷെ ഇത് അമേരിക്ക വിൽക്കുന്നത് $38,000. അങ്ങനെ കൃത്യമായി എന്താണ് വിലയിലെ ആ വ്യത്യാസം എന്താണ് എന്ന് ലോകത്തിന് ചൈന ഇപ്പോൾ പഠിപ്പിച്ചു കൊടുക്കുന്നു. കൃത്യമായി അമേരിക്ക എങ്ങനെയാണ് ജീവിച്ചു പോകുന്നത്, യൂറോപ്യൻ രാജ്യങ്ങൾ എങ്ങനെയാണ് ജീവിച്ചു പോകുന്നത്, ചൈന മാറി നിന്നാൽ അമേരിക്കയുടെയും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുടെയും അവസ്ഥ എന്താണ് എന്ന് ഇപ്പോൾ വ്യക്തമാക്കുന്ന ഒരു വീഡിയോ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമായിട്ടുള്ള എക്സിലൂടെ ചൈനയിലെ ചില നിർമ്മാണ കമ്പനികൾ തന്നെ നേരിട്ട് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് അമേരിക്കക്ക് കനത്ത തിരിച്ചടിയായി എന്നുള്ളതാണ്. ചൈനക്കെതിരെ ഏർപ്പെടുത്തിയിട്ടുള്ള ഇറക്കുമതി തീരുവ അത് മൊത്തത്തിൽ പിൻവലിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് അമേരിക്ക ഇപ്പോൾ പോയിരിക്കുന്നു. വലിയ ഒരു പരാജയമാണ് അമേരിക്കയെ ഇപ്പോൾ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ലോകോത്തര ബ്രാൻഡുകളാണ്. അഡിഡാസ് ആണെങ്കിലും ഫിലയാണെങ്കിലും ബർക്കിൻ ആണെങ്കിലും അതുപോലെ തന്നെ നിരവധി ബ്രാൻഡുകളുണ്ട്. ഈ ബ്രാൻഡുകൾക്ക് വേണ്ടി, ഇവർക്ക് വേണ്ടി ഈ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചു നൽകുന്നത് ചൈനയാണ്. വളരെ തുച്ഛമായ പൈസ മാത്രമാണ്, പണം മാത്രമാണ് ചൈന ഈ ഉൽപ്പന്നങ്ങൾക്ക് ഈടാക്കുന്നത്. ഈ ഉൽപ്പന്നങ്ങൾ വിറ്റുകൊണ്ടാണ് അമേരിക്കയും അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളും നിലനിൽക്കുന്നത്. എന്തായാലും അതിന്റെ കടക്കലാണ് ഇപ്പോൾ ചൈന കത്തിവച്ചിരിക്കുന്നത്. ഏതെടുത്താലും 10, ഏതെടുത്താലും 5 എന്ന രീതിയിലാണ് ആ വീഡിയോ പ്രചരിപ്പിക്കുന്നത്. ആവശ്യക്കാർ നേരിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് വരൂ, ഞങ്ങൾ നിങ്ങൾക്ക് തുച്ഛമായ വിലക്ക് മെച്ചമായ ഗുണനിലവാരമുള്ള സാധനങ്ങൾ നൽകാം, നല്ല ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുപോകാം.
നിങ്ങൾക്ക് ഒരുപക്ഷെ ഞങ്ങൾ തരുന്ന ആ ഉൽപ്പന്നത്തിനു മേൽ മെയ്ഡ് ഇൻ ഇറ്റലി എന്നോ മെയ്ഡ് ഇൻ ഫ്രാൻസ് എന്നോ ഒന്നും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. പക്ഷേ അതേ ഗുണനിലവാരമുള്ള $38,000 വിൽക്കുന്ന സാധനമാണ് ഞങ്ങൾ നിങ്ങൾക്ക് $1,400 നൽകുന്നത്. അല്ലെങ്കിൽ അമേരിക്ക ഇവിടെ $100 വിൽക്കുന്ന ഒരു ഉൽപ്പന്നമാണ് ഞങ്ങൾ നിങ്ങൾക്ക് വെറും $10 നൽകുന്നത്. നിങ്ങൾക്ക് ഞങ്ങളെ വിശ്വസിക്കാം. ഞങ്ങളാണ് ഇതിന്റെയൊക്കെ നിർമ്മാതാക്കൾ, ഞങ്ങളാണ് ഈ ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളും അതുപോലെ തന്നെ അമേരിക്കയും അവരുടെ ബ്രാൻഡ് നെയിമിൽ അവരുടെ ലോഗോ പതിച്ച് ഈ സാധനങ്ങൾ വിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ആ ബ്രാൻഡ് നെയിമിൽ അല്ലെങ്കിൽ ആ ലോഗോയിൽ നിങ്ങൾ അത് കാര്യമാക്കുന്നില്ല എങ്കിൽ, അത് മാറ്റി നിർത്താൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ ഞങ്ങൾ നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് ചില ചൈനീസ് കമ്പനികൾ നേരിട്ട് രംഗത്തെത്തിയിരിക്കുന്നു. ഈ ഉൽപ്പന്നങ്ങളുടെ വീഡിയോകൾ, അതുപോലെ തന്നെ അതിന്റെ യഥാർത്ഥ വില, അമേരിക്കയിൽ അത് വിൽപ്പന നടത്തുന്നതിന്റെ വില, യൂറോപ്യൻ രാജ്യങ്ങൾ അത് വിൽക്കുന്നതിന്റെ വില, ഇതെല്ലാം കൃത്യമായി കാണിക്കുന്ന വിധത്തിലുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ ചൈനയുടെ ഭാഗത്തു നിന്നും പുറത്തെത്തിയിരിക്കുന്നത്. ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഈ വ്യാപാര യുദ്ധം ഡൊണാൾഡ് ട്രംപാണ് പ്രഖ്യാപിച്ചത്. ഈ വ്യാപാര യുദ്ധത്തിൽ ആദ്യം ചൈനയുമായി ഏറ്റുമുട്ടി പരാജയപ്പെട്ടു. ചൈനയുമായി വരും ദിവസങ്ങളിൽ അമേരിക്ക എത്രമാത്രം പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് വീണുപോകും എന്നതിന്റെ കൃത്യമായ ഒരു സൂചനയാണ് ഈ വീഡിയോ എന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല.